ഇതിൽ LCRൽ ഫേസർ ഡയഗ്രത്തെ കുറിച്ചാണ് പറയുന്നത്. LCRൽ ഫേസർ ഡയഗ്രാം. അപ്പോൾ ആദ്യം കണ്ടീഷൻ പറഞ്ഞു, വെൻ VL ഈസ് ഗ്രേറ്റർ ദാൻ VC, VL വലുതും VC ചെറുതുമാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ 3 ഫേസർ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇൻ എ റെസിസ്റ്റർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ്. നിങ്ങൾ ഫേസർ ഡയഗ്രാം വരച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ആ ഫസ്റ്റ് പോയിന്റ്, ഇൻ എ റെസിസ്റ്റർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ്, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് കറണ്ട് I എന്ന് കാണിക്കുന്ന ഈ വലുത് എന്താണ്? കറണ്ട് ആണ്. ഓക്കെ. ഇനി VR എന്ന് പറയുന്ന വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ആണ്, അതാണ് ഈ OA എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഈ മുകളിലേക്കുള്ള ഭാഗമല്ല, താഴേക്കുള്ള ഭാഗമൊന്നുമില്ല. ആദ്യം വരച്ചത് ഈ 2 വരകൾ മാത്രമാണ്. VRും അതേപോലെ Iയും സെയിം ഫേസിൽ ആണ്. ഓക്കെ. രണ്ടാമത്തെ നമ്മൾ പറയാണ്, ഇൻ ആൻ ഇൻഡക്ടർ VL ഈസ് lead pi/2 the current. Okay. In an ഇൻഡക്ടറിൽ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു, VL ലീഡ് ചെയ്യുന്നു കറണ്ടിനേക്കാൾ ബൈ an angle pi/2. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് കറങ്ങുന്നത് ഇങ്ങോട്ടാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഈ വെക്റ്റർ കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഇതാണ് ഈ കാര്യമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് OB റെപ്രസെൻ്റ് ദ VL, OB റെപ്രസെൻ്റ് ദ VL വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. ഓക്കെ. അപ്പോൾ ഇവിടേക്ക് നോക്കിയാൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, ഈ വോൾട്ടേജിൻ്റെ ഇതാണ്, കറണ്ട് നമ്മൾ ആദ്യം വരച്ച് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ കറണ്ടിൻ്റെയും ഈ വോൾട്ടേജിൻ്റെയും ഇടയിൽ 90 ഡിഗ്രി ഉണ്ട്, pi/2 ആണ്. അപ്പോൾ ഇവിടെ VL ലീഡ് ചെയ്യുന്നു കറണ്ടിനേക്കാൾ pi/2, ഇതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ നമ്മൾ പഠിച്ചു, ഇൻ എ കപ്പാസിറ്റർ കറണ്ട് ലീഡ് ബൈ pi/2. ഓക്കെ. വോൾട്ടേജിനേക്കാൾ കറണ്ട് ലീഡ് ചെയ്യുന്നു എന്നാണ് പഠിച്ചത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാവുമ്പോൾ കറണ്ട് മുന്നിലാണ്, ഇതാണ് കറണ്ട്. ഇവിടേക്ക് നമ്മൾ വരച്ചു എന്താണ്? കപ്പാസിറ്റർ. VC എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, ഈ VC ഈ വരയും ഇതും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. കറണ്ട് മുന്നിലാണ്, വോൾട്ടേജ് പിന്നിലായിട്ട് വരുന്നു. ഓക്കെ. ഇപ്പം നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈയും ഈ വരയൊന്നും കാണില്ല, ആദ്യം ഇത് കാണാം, പിന്നെ ഇത് കാണാം, പിന്നെ ഇത് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി പഠിച്ച 3 ഫേസർ ഡയഗ്രാം ഇവിടെ വരച്ചു. കറണ്ടും വോൾട്ടേജും സെയിം, വോൾട്ടേജ് ലീഡ്, വോൾട്ടേജ് ലാഗ്. ഓക്കെ. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ VL ഈസ് ഗ്രേറ്റർ ദാൻ VC ആണ്. അപ്പോൾ മുകളിലേക്കുള്ളൊരു വെക്റ്ററാണ് VL, താഴേക്കുള്ള വെക്റ്ററാണ് VC. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ അതാണ് VL മൈനസ് VC. അതായത് ഈ നീളത്തിൽ നിന്ന്, അതായത് OB എന്നുള്ള നീളത്തിൽ നിന്ന് ഈ OC അങ്ങോട്ട് മൈനസ് ചെയ്യുക. അതാണല്ലോ വെക്റ്റർ സോൾവ് ചെയ്യൽ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ നീളം ക്യാൻസൽ ചെയ്താൽ ബാക്കി ഇവിടെ വരെ കിട്ടും. OD എന്ന് പറഞ്ഞാൽ VL മൈനസ് VC. OD എന്ന് പറഞ്ഞാൽ VL മൈനസ് VC. ദ റിസൾട്ടൻ്റ് ഓഫ് VC ആൻഡ് VL ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ താഴേക്കുള്ളതും മുകളിലേക്കുള്ളതും സോൾവ് ചെയ്ത് OD വരെ എത്തി. ഇനി നമുക്ക് ഈ OAയും ODയും സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണം. അപ്പോൾ റെക്റ്റാങ്കുലർ 2 ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഈ പിന്നെ വെക്റ്റർ അഡീഷനിലൊക്കെ ബന്ധപ്പെട്ട് ട്രയാങ്കിൾ ലോ, പാരലോഗ്രാം ലോ. ഇവിടെ പാരലോഗ്രാം ലോ ആക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ചാൽ ഇതൊരു പാരലോഗ്രാം ലോ കിട്ടിയ അതിന് ഡയഗണൽ അടയാളപ്പെടുത്ത് OE റെപ്രസെൻ്റ് ദ റിസൾട്ടൻ്റ് വോൾട്ടേജ്. റിസൾട്ടൻ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ OE ആണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ആ ഡയഗ്രത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ആ നോട്ടിൽ എഴുതിയ കാര്യം കൂടി ഞാൻ വായിക്കാം. The potential difference across R is VR. It is the phase with current I and is represented by a vector OA. ഇതാണ് OAയും I യൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു.
The potential difference across L is VL, which leads the current by pi by 2. It is represented by the vector OB. മുകളിലേക്കുള്ള ഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇത്. Then the potential difference across C is VC, which lag the current by pi by 2 and is represented by the vector OC. ഇതാണ് കപ്പാസിറ്ററിലെ വോൾട്ടേജ് റെപ്രസെന്റ് ചെയ്തത്. The resultant of VL and VC is VL minus VC, assuming VL is greater than VC, because their difference in phase angle pi by 2 180 ആണ് and is represented by the vector OD, and resultant ആണ് OD. The resultant of OD അല്ലെങ്കിൽ VL minus VC യും and VR ഇതിൻ്റെയും അതേപോലെ ഈ കാണുന്നതിൻ്റെയും റിസൾട്ടൻ്റ് റെപ്രസെൻറ്റഡ് OE. ഇതാണ് നമുക്ക് ഈ ഫേസർ ഡയഗ്രവുമായി ബന്ധപ്പെട്ട് നമുക്ക്